ഈ DPEP മനുഷ്യനെ തുലച്ചിട്ടേ പോകുള്ളൂ തോന്നുന്നു. വേൾഡ് ബാങ്ക് ഏർപ്പാടുകൾക്ക് വല്ല കാര്യമുണ്ടോ? ചുമ്മാ ജില്ല തോറും കോടിക്കണക്കിന് രൂപ വാരിയറിയാൻ. തന്തമാരും തള്ളമാരും പിള്ളേരുടെ TC വാങ്ങിക്കാൻ സ്കൂളിലേക്ക് ദിവസവും വന്നോണ്ടിരിക്കുക. അവറ്റകളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലോട്ട് മാറ്റാൻ. അല്ല, ഗോകുലേഷൻ മാസ്റ്റർ കയ്യിൽ നിന്ന് വാങ്ങിച്ച 25,000 രൂപ നിങ്ങൾ തിരിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞത്? അതെ, തിരിച്ചു കൊടുത്തല്ലോ. നോക്കെടുത്ത നുണയെ പറയൂന്ന് അറിയാഞ്ഞിട്ടല്ല, സത്യമല്ല അയാള് പറഞ്ഞു. ആര്? 5 മിനിറ്റ് മുമ്പാ ഗോകുലേഷൻ മാസ്റ്റർ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയത്. അവൻ വന്നോ? ശിവദാസ, ശങ്കരക്കുട്ടി, ശങ്കരക്കുട്ടി, നമ്മൾ കത്തയച്ചത് വെറുതെ ആയില്ല. ഗോലക്ഷ്മ സ്ഥലത്തെത്തി കഴിഞ്ഞു. അവൻ ജോലി കിട്ടിയാലെന്ന് ഇറങ്ങി സ്ഥലം വിടുന്നതിന് മുമ്പ് നമുക്ക് അവന്റെ തപ്പണം. കാല് 2 തല്ലി ഓടിക്കണം. ആരൊക്കെയാണ് എന്റെ കൂടെ വരണമെന്ന് വെച്ചാൽ ഇപ്പൊ പറയണം. ഞാൻ റെഡി മുതലാളി. ആ, ഞാനും റെഡി. എന്നാ പിന്നെ സമയം കളണ്ട, വരൂ. ഞാൻ വീട്ടിൽ പോയിരുന്നു. എന്തിന്? ആരാ നിങ്ങള്? എന്നെ മനസ്സിലായില്ലേ? മനസ്സിലാക്കി പിന്നെ ചോദിക്കോ? വീട്ടിൽ നിന്നൊന്നും പറഞ്ഞില്ലേ? വീട്ടില് ഞാൻ ഈയിടെ വീട്ടിൽ പോവാറില്ല. എനിക്ക് തിരക്കോട്ടെ. ഞാൻ ഗോകുലേഷ്ടം മാസ്റ്റർ യശോദ ടീച്ചറുടെ പ്രസവാവധിക്ക്. യശോദ ടീച്ചർ ആര് പ്രസവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശൂശുവും ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു മൂർഖം പാവ് 10 വെടുത്ത് നിൽക്കുകയാണ്. ഇടവഴിയിൽ ഒളിച്ചത് മനുഷ്യനെ പേടിപ്പിക്കുന്നു. ക്ഷമിക്കണം, സാറിനെ കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കിയിട്ട് മുഖം വെളിയിൽ കാണിച്ചാൽ മതിയെന്ന് കരുതി. അതുകൊണ്ടാണ് വിളിച്ചിരുന്നത്. പോരുന്ന വഴിക്ക് കാഞ്ഞിരപ്പാല ചന്തയിലിറങ്ങി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കശുവണ്ടിപ്പരിപ്പ് ഉണക്കമീനും കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെ ഗോപാലകൃഷ്ണൻ? ഗോകുലകൃഷ്ണൻ സാറിന്റെ സ്കൂളിൽ ചേരാൻ. ഓ, ഗോകുലകൃഷ്ണൻ. ഞാന് വേറെ ആരും ആണെന്ന് തെറ്റിദ്ധരിച്ചു. പറയട്ടെ പക്ഷേ, എനിക്കാണെങ്കിൽ ഈയിടെയായിട്ട് ഓർമ്മശക്തി തീരെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, വീട്ടിൽ പോയി സംസാരിക്കാം. അപ്പൊ ഈ 4 കൊല്ലത്തിനിടയ്ക്ക് വേറെ ജോലിയൊന്നും ശരിയായില്ലേ? പലതും ചെയ്തു. കൃഷി വകുപ്പിന്റെ കീഴിൽ നെല്ലിന് മരുന്നടി, ജനകീയാസൂത്രണത്തിന്റെ റോഡ് വെട്ട്. പിന്നെ സാറിനോടായോണ്ട് സത്യം തുറന്നു പറയാലോ, 1-2 മാസക്കാലം കടവങ്കോട് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പട്ടിപിടുത്തക്കാരനായിട്ടും ജോലി ചെയ്തു. പട്ടിപിടുത്തമൊക്കെ എങ്ങനെ പഠിച്ചു? സാർ, ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഒരു ഡോക്ടറും എഞ്ചിനീയറും പട്ടിപിടുത്തക്കാരനും ഒളിഞ്ഞിരിപ്പുണ്ട്. അതാത് സാഹചര്യത്തിൽ ഓരോന്നായി പുറത്തു വരും, അത്രേ ഉള്ളൂ. സാറിന്റെ കത്ത് കൈ കിട്ടിയപ്പോ എനിക്കുണ്ടായ സന്തോഷം. ഇതങ്ങോട്ട് വാങ്ങിയട്ടെ. കത്തോ? ഏത് കത്ത്? സാർ അയച്ച കത്ത്. വത്സം മാസ്റ്റർ റിട്ടയർ ചെയ്തെന്നും ഞാൻ ഉടനെ വന്ന് ജോയിൻ ചെയ്യണമെന്നൊക്കെ. ഇത് ഈ കത്ത് ശരിക്കൊരു മൃതസഞ്ജീവനിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇങ്ങനെ ഒരു കത്ത് ഹാറ്റ് നോറ്റിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ ഇങ്ങനെ ഒരു കത്ത് അയച്ചെങ്കിലും ഉടനെ മാഷെ അങ്ങനെ അപ്പോയിന്റ് 50,000 കൊണ്ടുവന്നിട്ടുണ്ട്. പണമല്ലല്ലോ കാര്യം. അപ്പൊ അന്ന് 25,000 രൂപ മതിയോ? ഗോപാലകൃഷ്ണൻ മാഷേ, ഗോകുലകൃഷ്ണൻ മാഷ്, അതെന്തുമാവട്ടെ, ഇങ്ങനെ ഒരു കത്ത് അയച്ചതിന് ശേഷമാണ് കാര്യങ്ങളുടെ എല്ലാ വശങ്ങളെ പറ്റിയും കൂലങ്കഷമായി ഞാൻ ആലോചിച്ചത്. ഏത് വശങ്ങൾ? അണ്ടിപ്പരിപ്പ് ഉണക്കമീനും. ഇതൊക്കെ വാങ്ങിച്ചോട്ടെ ആര് പറഞ്ഞു? സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഇഷ്ടമാണെന്ന് വിചാരിച്ച് നേരം എടുത്താ വൈകുന്നേരം വരെ ഉണക്കമീൻ കഴിച്ച് അണ്ടിപ്പരിപ്പ് തിന്നോണ്ടിരിക്കാൻ പറ്റുമോ? തോന്നുമ്പോ എടുത്ത് തിന്നാലോ. മോളെ സ്നേഹത, ചായ ഇപ്പൊ വേണ്ട. വേണ്ടാത്തോണ്ടാ. അച്ഛൻ വിളിച്ചോ? ഇയാളുടെ ഈ പൊതി മേടിച്ച് അകത്തങ്ങനെ കൊണ്ടിട്ട്. ലതക്കുട്ടി ഇപ്പോഴും ടൈപ്പ് ഓടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ല, നിർത്തി. ഫീസ് കൊടുക്കാൻ എവിടുന്നാ കാശ്? അല്ലേ അച്ഛാ? സത്യമായിട്ട് ഞാൻ കരുതിയത് ലതക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു കാണുമെന്നാ. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു നല്ല ചെറുക്കനെ ഇങ്ങോട്ട് വിടട്ടോ. നീ അകത്ത് പോ. ഇനി അകത്ത് പോവാൻ. എന്തിനാ അവിടെ നേരെ ഒച്ച വെക്കുന്നത്? അവളെ എന്ത് തെറ്റ് ചെയ്തു? വേറെ എന്തെങ്കിലും കാര്യത്തിന് ദേഷ്യം വന്ന ആരുടെയെങ്കിലും മെക്കെട്ട് കയറിക്കോളും. നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചില്ല. മോളെ ക്ഷണിച്ചപ്പോ അമ്മ കൂടെ വന്നതാ. എന്താ പാടില്ലേ? എല്ലാരും കൂടെ ഒന്ന് പാർത്ത് പിടിപ്പിക്കും. അച്ഛൻ ചങ്ങല പൊട്ടിക്കുന്നതിന് മുമ്പ് മോളിക്ക് പോരെ. ഞാൻ വന്ന സമയം ശരിയായില്ലാന്ന് തോന്നുന്നു. ഇല്ല, ഒട്ടും ശരിയായില്ല. ഒന്നാമത്തെ കാര്യം, ഈ സ്കൂൾ ബിൽഡിങ്ങിന് ഒരു വിള്ളലോ ഒരു വലിയ വിള്ളല്. അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് തന്നാലേ ക്ലാസ്സുകൾ തുടങ്ങാൻ പറ്റൂ. ഞാൻ വെയിറ്റ് ചെയ്യാം. മാഷേ, നിങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. ആ മാത്തുക്കുട്ടി നിങ്ങളെ കൊല്ലുന്നു പറഞ്ഞ് നടക്കുക. എന്റെ ജീവനേക്കാൾ വലുതാണ് എനിക്ക് ഈ ജോലി. വീട്ടിൽ പറയണം മാഷേ, ഒരു ജോലി പോയാൽ 10 ജോലി വേറെ കിട്ടും. ജീവൻ പോയാൽ പിന്നെ പോയതാ.
എങ്കിൽ ഞാൻ സാറിനോട് മറ്റൊരു രഹസ്യം തുറന്നു പറയാം. ആ. ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എനിക്കൊരു വധഭീഷണി ഉണ്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഞാൻ പറയുന്നത് കേക്ക്. മാഷ് തൽക്കാലം പോ. കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ദാ ഇതുപോലെ കത്തയക്കാം. ജോലി കിട്ടിയെന്ന് നാട്ടുകാരോടും വീട്ടുകാരോടും പറഞ്ഞിട്ടാ ഇങ്ങോട്ട് പോകുന്നത്. ഓ. തന്നെയല്ല, കടവങ്കോട് ഉദയ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് എനിക്കൊരു ഗംഭീര യാത്രയപ്പം തന്നാ വിട്ടത്. അത് എന്നിട്ടിപ്പം മടങ്ങി ചെല്ലാന്നൊക്കെ പറഞ്ഞ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ? ഒരു കാര്യം ചെയ്യാം. ആ. സാറ് പറഞ്ഞതുപോലെ ആ. ഞാൻ ഇപ്പൊ പോവാം. ആ. എന്നിട്ട് വൈകുന്നേരം തിരിച്ചു വരാം. അല്ല, ഞാൻ ഏതായാലും ഈ കത്തയച്ചിട്ടില്ല. പിന്നെ ഇത് ആരയച്ചു? ആരയച്ചു എന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ഏതായാലും ഇത് എന്റെ കൈപ്പടയല്ല. എവിടെയോ എന്തോ തകരാറുണ്ട്. നീ പറയുന്ന ശങ്കുനായരും എന്നെ കത്തയച്ച് വരുത്തിയതാന്ന്. അങ്ങനെ അയാൾ കത്തയച്ചിട്ടുണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ വേറൊരുത്തനോട് അഡ്വാൻസ് വാങ്ങാ? എനിക്ക് ക്ലെയിം ഉള്ളതല്ലേ ഗഫൂർക്ക? എന്തുള്ളു ക്ലെയിം എന്ന് വെച്ചാൽ 4 കൊല്ലം മുമ്പ് യശോദ ടീച്ചറിന്റെ പ്രസവത്തിന്റെയും തുടർന്നുണ്ടായ രോഗത്തിന്റെയും സമയത്ത് 4 മാസം ഞാനിവിടെ പഠിപ്പിച്ചല്ലേ. ഞാൻ ജോലി വേണ്ടാന്ന് പറഞ്ഞാലേ മറ്റൊരാളെ ഈ ഒഴിവിലേക്ക് ചേർക്കാൻ പറ്റൂ. അതാണ് നിയമം, അതാണ് ക്ലെയിം. അതൊന്നും എനിക്കറിഞ്ഞൂടാ. കുറുവാഞ്ചേരിക്കാരൻ എന്തോ ഒരു പേര്, എന്തോ ഒരു പേര്, എലിവാണം വിട്ട പോലെ സൈക്കിളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടായിരുന്നു. അഡ്വാൻസ് കൊടുത്ത് വരുന്ന വഴി ഇന്റെ അടുത്ത് വന്ന ഒരു ചായയും കണ്ട കലത്തപ്പം തന്നടാ. അഡ്വാൻസ് കൊടുത്തു എന്ന് അവൻ പറഞ്ഞോ? പരിചയമില്ലാത്ത ആളുകളാവുമ്പോൾ നമ്മൾ ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുമല്ലോ. അക്കൂട്ടത്തിൽ അഡ്വാൻസ് കൊടുത്ത കാര്യം അയാളിനോട് പറഞ്ഞു. ചുമ്മാ തട്ടി വിട്ടതായിരിക്കും. സ്കൂൾ കെട്ടിടത്തിന് ഒരു വിള്ളലുണ്ട്, അതിന്റെ പണി കഴിഞ്ഞാൽ ഉടനെ എനിക്ക് ചേരാവുന്ന മാനേജറല്ലേ പറഞ്ഞത്. അപ്പോ എങ്ങനെയാ ഗഫൂർക്ക, കുറച്ചു ദിവസം ഇതിന്റെ മേളിലൊന്ന് താമസിക്കാൻ വേറൊരു സ്ഥലം കിട്ടുന്നവരെ? അതിന്റെ മേലെ ചിരട്ടും വേർഗും പഴയ സമാവറും ഒക്കെ ആയിട്ട് ആകെ കരി പിടിച്ചെടുക്കല്ലേ. അത് ഞാൻ അന്ന് താമസിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കുഴപ്പമില്ല ഗഫൂർക്ക, ഉറക്കം വരുമ്പോ ഒന്ന് ചാരിയിരിക്കണം, അത്ര തന്നെ. അല്ല, അതിപ്പം ആ മാത്തുക്കുട്ടി ഒന്ന് കച്ചറ ഉണ്ടാക്കുമെന്ന് എന്റെ പേടി. അങ്ങനെ ഉണ്ടാവോ? ഏയ്, അങ്ങനെ ഉണ്ടാവില്ല. മേലെ പൂട്ടിയിട്ടുണ്ടോ? ഇല്ല, ബൂട്ട് റിപ്പയറിന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അന്ന് കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലേ? എവിടെ കിട്ടാൻ? അതിനാ കൊല്ലം കാണാനും ദുബായി പോയില്ലേ. ഓ, ഒറ്റ ചവിട്ടിന് വാഴ വിളിക്കും. പക്ഷെ ആ വാഴവിന്റെ തന്തേറങ്ങയല്ല, അതുകൊണ്ട് മര്യാദയ്ക്ക് താഴോട്ടിറങ്ങി വരാ. മാത്തുക്കുട്ടി, ഞാനൊരു സ്കൂൾ അധ്യാപകനാണ്. എന്ന് വെച്ചാ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നവൻ അല്ലേ? അങ്ങനെയുള്ള നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കണം. വിട്ടുകാല മാത്തുക്കുട്ടി, അയാളൊരു പാവല്ലേ. ഗഫൂർ വക്കാലത്തിന് വരണ്ട, എന്നെ ചട്ടുകളിലാക്കി ഇവനെ വെറുതെ വിടില്ല. ഇറങ്ങി വാ. മാത്തുക്കുട്ടി ഒന്നും ഓർക്കണം, ഞാനല്ല മാത്തുക്കുട്ടിയുടെ കാലൊടിച്ചത്. ആനി ടീച്ചറുടെ ഭർത്താവ് പട്ടാളക്കാരൻ ക്ലീറ്റസാ. അതേടാ, ഞാനും ആന ടീച്ചറും തമ്മിൽ എന്താ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നീ പട്ടാളക്കാരന് കത്തെഴുതികളാ. ബന്ധമുണ്ടെന്ന് ഞാൻ എഴുതിയില്ല, ഭാര്യയെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് എഴുതി. കാരണം എന്താ, ഒരു അധ്യാപികയുടെ മാന്യതയ്ക്ക് കറ പറ്റരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ കവ തുറക്കുന്ന ജോലി ആരാണ് നിന്നെ ഏൽപ്പിച്ചത്? അന്ന് ഞാനൊരു സന്മാർഗവാദിയായിരുന്നു മാത്തുക്കുട്ടി. നന്മയുള്ള ഒരു സമൂഹമായിരുന്നു എന്റെ സങ്കല്പം. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനൊരാൾ വിചാരിച്ചാലൊന്നും നാട് നന്നാവില്ലെന്ന്. എന്റെ കാലൊടിഞ്ഞതിന് ശേഷം അല്ലടാ. ആ കാല് നമുക്ക് ചികിത്സിച്ച് നേരെയാക്കാം മാത്തുക്കുട്ടി. എടാ, നിന്നോട് താഴോട്ട് ഇറങ്ങി വരാനാ പറഞ്ഞത്. എന്റെ ഒരു കാലിന് പകരം നിന്റെ 2 കാല്. നീ വിചാരിച്ച് മാനേജറെ നിനക്ക് കത്തയച്ചതല്ലേ? അല്ലടാ, ഞാനാ അയച്ചത് നിന്നിവിടെ വരുത്താൻ. എന്റെ കാല് തല്ലോടിച്ചപ്പോ സന്തോഷിച്ച് രസിച്ച ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നോട് പകരം വീട്ടാൻ. ഐ എം വെരി സോറി മാത്തുക്കുട്ടി. ഇറങ്ങി വാടാ റാസ്കൽ. മാത്തുക്കുട്ടി, വധഭീഷണി ഉണ്ടെന്ന് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഉപദ്രവിച്ച മാത്തുക്കുട്ടി വെറുതെ കേസിൽ കുടുങ്ങും. ഈ തെണ്ടിയോട് തർക്കിച്ചിട്ട് കാര്യമില്ല. വാതിൽ തല്ലിപ്പൊളിക്കണ്ടേ? ഇന്റെ വാതിൽ ഒട്ടി കളിക്കരുത്. താൻ പോറോ. ഗഫൂർക്ക, പോലീസിന് ഫോൺ ചെയ്യ്. എടുത്തു പൊക്കട അച്ചായനെ. നോക്കി ആശുപത്രിയിലോട്ട് വിട.
പാവം മാത്തുക്കുട്ടിക്ക് പരിക്ക് ഒരുപാടുണ്ടോ ഗഫൂർക്ക? ഉണ്ടെങ്കിൽ എടോ പടത്തു പണി ഇപ്പൊ പണ്ടത്തെ പോലെയല്ല. പാടത്ത് പണി വരുമ്പത്ത് കൂലി. കള്ള സുവറിന്റെ കോണി പൊളിച്ചിട്ടാണ്. അത് ഞാൻ നന്നാക്കി തരാം. എന്തിന്? അതൊന്നും വേണ്ട, നാട്ടിൽ ആശാരിമാരുണ്ട്. മാനേജറല്ല മാത്തുക്കുട്ടിയാണ് എനിക്ക് കത്തയച്ചെന്ന് പറഞ്ഞല്ലോ. ആ കേട്ടല്ലോ, ഞാൻ പറഞ്ഞു കേട്ടോ എവിടെയോ എന്തോ തരാറുണ്ടെന്ന്. ശങ്കുന്നാരാരാ മോൻ. ദേ പോണേല് വേണം. ആരാത്? അഡ്വാൻസ് കൊടുത്ത പുള്ളിന്ന്, ആ കുറുവാഞ്ചേരിക്കാരൻ. നായരെ വീട്ടിലേക്കായിരിക്കും. കുറുവാഞ്ചേരി, കുറുവാഞ്ചേരി.